എന്താണ് ഈ പോർട്സ്? നമ്മൾ കേട്ടിട്ടുണ്ടാവും പോർട്ടുകൾ എന്നാണ്, പോർട്ട് നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെബ്സൈറ്റിനൊക്കെ ഓരോ പോർട്ട് നമ്പർ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ നോക്കാം. അതിനകത്ത് പോർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോർട്ടുകൾ നോർമലി 0 തുടങ്ങി 65535, അതായത് ഈ ഒരു നമ്പർ 65,000 ചില പോർട്ടുകളാണ് നമുക്കുള്ളത്. അതിനകത്ത് 0 തുടങ്ങി 1023 പോർട്ടുകൾ വരെയാണ് ഏറ്റവും കൂടുതലായിട്ട് കോമൺലി യൂസ് ആയിട്ടുള്ള പോർട്ടുകൾ. അപ്പോൾ ഇതെന്താ പോർട്ടെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ നിസ്സാരമായിട്ട് പറയുന്നത് നമുക്കറിയാം, നമ്മളെങ്ങനെയാണെന്ന് ഓൾറെഡി നമ്മളൊരു വീഡിയോ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു വെബ് പേജ് സെർച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റിലോട്ടൊരു പാക്കറ്റ് അയക്കുമ്പോൾ അത് നേരെ അതിൻ്റെ സെർവറിൽ വന്നിട്ട് ആ സെർവറിൽ നിന്ന് റിപ്ലൈ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ആക്ടിവിറ്റി അവിടെ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ www.google.com എന്ന് പറഞ്ഞാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ അടിച്ചതെന്ന് വയ്ക്കുക. ഓക്കെ, കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്തതെന്ന് വയ്ക്കുക. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ നേരത്തെ DNSൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഈ google.comൻ്റെ ഡൊമൈൻ അഡ്രസ്സ് നോക്കും. ഡൊമൈൻ അഡ്രസ്സ് എത്രയാണ്? ഈ കാണുന്നതായിരിക്കും ഡൊമൈൻ അഡ്രസ്സ്. നോർമലി ഈ കാണുന്നതായിരിക്കും ഡൊമൈൻ അഡ്രസ്സ് വരുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു ഗൂഗിൾ സൈറ്റ് തന്നെ ആയിരിക്കണമെന്നില്ല, ഏതൊരു സൈറ്റാണോ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ അടിച്ച് സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സൈറ്റിൻ്റെ ഡൊമൈൻ നെയിം ആദ്യം DNS ആദ്യം നോക്കും. DNS ആദ്യം നോക്കുമ്പോൾ അതിൻ്റെ IP കിട്ടും. ആ ഒരു ഡൊമൈൻ നെയിമിൻ്റെ ആ IP കിട്ടും. ആ IPയുടെ ഒപ്പം തന്നെ, അതായത് ഇത് ട്രാവൽ ചെയ്യുമ്പോൾ, ഇത് സെർവറിലോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഈ ഒരു IPയുടെ ഒപ്പം തന്നെ ഈ ഒരു പോർട്ട് നമ്പറും പോകും. ഓക്കെ, ഇവിടെ പോർട്ട് നമ്പർ 80 ആണ് കാണിക്കുന്നത് വയ്ക്കുക. അതായത് ഇപ്പോൾ ഇത്രേ ഉള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ ഒരു IP അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് നേരെ ആ ഒരു സെർവർ ഏതാണ്, ഗൂഗിളിലാണ് നമ്മൾ സെർച്ച് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ IP അഡ്രസ്സ് വെച്ചിട്ട് നേരെ അതൊരു ഗൂഗിളിൻ്റെ സെർവറിലോട്ട് പോകും. ഗൂഗിളിൻ്റെ സെർവറിലോട്ട് പോകും. ഗൂഗിളിൻ്റെ സെർവറിലോട്ട് ചെന്നിട്ടും ഇത് ഏത് ആക്ടിവിറ്റിയാണ് നമ്മളിവിടെ നിൽക്കുന്നതെന്ന് അറിയില്ല. അതായത് വെബ് ബ്രൗസിംഗ് ആണോ, അല്ലെങ്കിൽ FTP സർവീസ് ആണോ, മെയിൽ സർവീസ് ആണോ, എന്താണ് നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ചെയ്യുന്ന ആക്ടിവിറ്റി എന്ന് കൂടി അറിയണം. അതായത് നമ്മൾ ബ്രൗസ് ചെയ്യുന്നതാണോ, നോർമലി ബ്രൗസ് ചെയ്യുന്നതാണോ, അതോ മെയിൽ സെർവർ ഉപയോഗിക്കുന്നതാണോ, അല്ലെങ്കിൽ FTP സെർവർ ഉപയോഗിക്കുന്നതാണോ, FTP ചെയ്യുന്നതാണോ, ഫയൽ ട്രാൻസ്ഫറിംഗ് പ്രോട്ടോക്കോൾ അതോ FTP ചെയ്യുന്നതാണോ, എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതും കൂടി ഈ ഒരു സെർവറിന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് ആണ് നമ്മുടെ ആ IP അഡ്രസ്സിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ നമ്മളൊരു വെബ് പേജാണ്, അതായത് www.google.com എന്ന് പറയുമ്പോൾ നോർമലി ഒരു വെബ് പേജ് നമ്മളിവിടെ ഓപ്പൺ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ വെബ് പേജ് ആകുമ്പോൾ വെബ് പേജ് വരുമ്പോൾ നോർമലി വെബ് പേജിന് ആ ഒരു പോർട്ട് നമ്പർ ഉണ്ടാവും. ആ ഒരു പോർട്ട് നമ്പർ 80 ആണ്. നോർമലി 80 അല്ലെങ്കിൽ 443 വരുന്ന ആ ഒരു HTTP അല്ലെങ്കിൽ HTTPSൻ്റെ ആ ഒരു പോർട്ട് നമ്പറാണ് നോർമലി വരുന്നത്. അപ്പോൾ ആ ഒരു പോർട്ടും ഈ ഒരു IP അഡ്രസ്സിൻ്റെ ഒപ്പം തന്നെ വരും. അതായത് ഈ കാണുന്ന ഡൊമൈൻ നെയിമിൻ്റെ IP അഡ്രസ്സിൻ്റെ ഒപ്പം തന്നെ ആ ഒരു പോർട്ട് നമ്പറും വരും. കാരണം ഇവിടെ നമ്മൾ ചെയ്യുന്ന റിക്വസ്റ്റ് ഒരു വെബ് പേജാണ്. അതായത് google.comൽ അല്ലെങ്കിൽ സെർച്ച് ചെയ്യുന്ന എല്ലാം തന്നെ ഒരു വെബ് പേജാണ്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ഈ ഒരു 80 എന്ന് പറഞ്ഞ പോർട്ടാണ്. 18443 ആയിട്ടുള്ള ആ ഒരു പോർട്ടുകളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണപ്പെടുന്നത്. അപ്പോൾ ആ ഒരു 80 എന്ന് പറഞ്ഞ പോർട്ടിലോട്ട് വെബ് പേജിൻ്റെ സെർവറിൻ്റെ ആ ഒരു പോർട്ടിലോട്ട് വരും. അതായത് ഇങ്ങനെ വരുന്ന സെർവർ ഈ ഒരു IP കൊണ്ട് നേരെ അതിൻ്റെ ഏത് സെർവറാണോ ആ സെർവറിലെത്തും. ആ സെർവറിൽ തന്നെ ഈ പറഞ്ഞ എല്ലാത്തിനും, ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസിനൊക്കെ ഈ ഒരു പോർട്ടുകളുണ്ടാവും. അപ്പോൾ അതാത് പോർട്ടുകളുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യണം. ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന തന്നെ ഒരുപാട് സർവീസുകളുണ്ടാവും. ഇമെയിൽ സർവീസ് ഉണ്ടാവും, അതുപോലെ തന്നെ വെബ് സർവീസ് ഉണ്ടാവും, FTP സർവീസ് ഉണ്ടാവും, ഒരുപാട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് സർവീസാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്തതെന്നും കൂടി ഈ ഒരു IP ഇത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോഴാണ് ഈ ഒരു പോർട്ട് നമ്പറിൻ്റെ കാര്യം വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സെർവറിലോട്ട് വരുമ്പോൾ ആ സെർവറിലോട്ട് വന്നിട്ട്, അതായത് ഇവിടം വരെ സെർവറിലോട്ട് എത്തും. സെർവറിൽ നിന്ന് നേരെ, അതായത് ഇതിന് വേണ്ടത് നേരെ ഏതാണ്, ഈ ഒരു വെബ് സെർവറിലോട്ടാണ് പോകേണ്ടത്. വെബ് സെർവറിൻ്റെ ഈ 80 ആണ് ഈ ഒരു നമ്പറിൻ്റെ അറ്റത്തായിട്ടുള്ളത്. അതായത് എൻഡിലായിട്ട് ഈ ഒരു റിക്വസ്റ്റ് കൊടുത്തപ്പോൾ അതിനകത്ത് 80 എന്ന് പറഞ്ഞ പോർട്ടാണുള്ളത്. അപ്പോൾ ഇത്രയും തന്നെ മനസ്സിലാക്കുക. അതായത് നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റ്, അതായത് നമ്മൾ എൻ്റർ ചെയ്യുന്ന റിക്വസ്റ്റ് നേരെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു IP നിന്ന് ആ ഒരു സെർവറിലേക്ക് പോകുമ്പോൾ ഈ സെർവറിൽ പല ആപ്ലിക്കേഷൻസ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് ഏത് സർവീസാണ് ആപ്ലിക്കേഷൻ, ഏത് സർവീസ്, പല സർവീസ് ഉണ്ടാവും. അത് ഏത് സർവീസാണ് നമുക്ക് വേണ്ടതെന്ന് കണ്ടുപിടിക്കാനാണ് ഈ ഒരു IPയുടെ ഒപ്പം തന്നെ ഈ ഒരു പോർട്ട് നമ്പർ കൂടി ചേർത്ത് കണ്ടുപിടുന്നത്. അപ്പോൾ ഈ പോർട്ട് നമ്പർ നമുക്ക് ഈ പോർട്ട് ഫോർവേഡിങ് അല്ലെങ്കിൽ പോർട്ട് നമ്പർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്, ആ അറ്റത്ത് വരുന്നതാണ് പോർട്ട് എന്ന് പറയുന്നത്. അത് ഏതാണ് സെർവർ ലഭ്യമാക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെർവറിൽ അതേ പോർട്ടിലോട്ട് ചെന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു അതിൻ്റെ റിക്വസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അതായത് ഇവിടെ വന്ന് അത് സക്സസ് ആവുകയുള്ളൂ. ഇതിനെയാണ് ഈ ഒരു പോർട്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ എത്രത്തോളം ഒരുപാട് പോർട്സുകളുണ്ട്, അതിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് വരും വീഡിയോകളിലൊക്കെ നമുക്ക് നോക്കാം. അതൊരു വലിയൊരു ക്ലാസ്സിന് തന്നെ ഉള്ള ഒരുപാട് പോർട്സുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വേറൊരു ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇതാണ് പോർട്സ്. അതായത് ജനറലി ഈ ഒരു കാര്യത്തിനാണ് പോർട്സ് എന്ന് പറയുന്നത്.